എല്ലാവർക്കും നമസ്കാരം. കഴിഞ്ഞ ദിവസം എയർ ഫിൽറ്റർ മാറുന്നതിനെ പറ്റി ഒരു വീഡിയോ ചെയ്തിരുന്നു. ഇപ്പോൾ അടുത്തതെന്ന് പറഞ്ഞാൽ ഫ്യൂൽ ഫിൽറ്ററിന് മാറുന്നതിനെ പറ്റിയാണ്. ഇത് മെയിൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യമാണ്. ടാങ്കിൽ നിന്നുള്ള പെട്രോൾ ഫിൽറ്റർ ചെയ്താണ് നമ്മുടെ MBFയിലേക്ക് എത്തുന്നത്. സോ ഇത് എന്തെങ്കിലും ഡാമേജോ കാര്യങ്ങളോ ആയിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഫിൽറ്ററിൽ ഡസ്റ്റ് എല്ലാം കയറി ഇരുന്ന് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നമ്മുടെ മിസ്സിങ് ഉണ്ടാവും. വണ്ടി പ്രോപ്പർ വർക്കിംഗ് ആകില്ല. സോ ഇത്ര മാസങ്ങൾക്ക് ശേഷം ഒന്ന് ചെക്ക് ചെയ്യുക. അല്ലെങ്കിൽ കുറേ നാൾ കഴിയുമ്പോഴത്തേക്ക് നമുക്കത് കാണുമ്പോൾ തന്നെ അറിയാം ഫിൽറ്ററിൻ്റെ കോലം. അങ്ങ് മാറ്റി കൊടുക്കുക. ഒന്നുമില്ല, ചെറിയൊരു ബോൾട്ടാണ് ഇതിന് വരുന്നത്. ഒരു ക്ലാമ്പിനകത്താണ് ഈ ഒരു ഫിൽറ്റർ ഇരിക്കുന്നത്. ഇത് ഞാൻ പ്രത്യേകിച്ച് മാരുതി സുസുക്കിയുടെ വണ്ടിയെ പറ്റിയാണ് പറയുന്നത്. ഇതൊരു ആൾട്ടോ വണ്ടിയാണ്. ആ ക്ലാമ്പ് ഒരു 10ൻ്റെ സ്പാനർ ഉപയോഗിച്ച് ആ ബോൾട്ട് ഇളക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ക്ലാമ്പ് നമുക്ക് ഊരിയെടുക്കാൻ പറ്റും. ആ ക്ലാമ്പ് ഊരണ്ട, ജസ്റ്റ് ഒന്ന് അകത്തിയാൽ മതി. അപ്പോൾ അകത്തി കഴിഞ്ഞതിന് ശേഷം ആ ഫിൽറ്റർ താപ്പോട്ട് തിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് ഊരിയെടുക്കാം. അപ്പം വലിയ കഷ്ടപ്പാടൊന്നുമില്ല, ആർക്കും എപ്പോൾ വെള്ളം ചെയ്യാവുന്നതാണ്. പിന്നെ ഇത് ഫിൽറ്റർ ഇളക്കുമ്പം കുറച്ച് ഫ്യൂല് പോകാൻ സാധ്യതയുണ്ട്. സോ ഒരു ചെറിയൊരു ട്രേ എന്തെങ്കിലും അടി വെക്കുന്നത് നല്ലതായിരിക്കും. കാരണം അത്രയും ഫ്യൂലിന് ഇന്നത്തെ കാലത്ത് വില വെച്ച് നോക്കുമ്പോൾ കുറച്ച് പോലും നമ്മൾ കളയത്തില്ല. അതുകൊണ്ട് ഒരു ചെറിയൊരു ട്രേ വെക്കുക. ഒരുപാടൊന്നും പോകത്തില്ല. ഫിൽറ്ററിനകത്ത് കുറച്ച് പെട്രോൾ കാണും. പിന്നെ ആ ഹോസിനകത്ത് ചിലപ്പം ചെറിയ രീതിയിലുള്ള പെട്രോൾ കാണും. സോ അത് നമ്മൾ ഊരിയെടുത്തു. കുറച്ച് ഹാർഡായിരുന്നു, മണ്ണൊക്കെ കയറിയിരുന്ന് നല്ല ഹാർഡായിട്ടിരുന്നതാണ്. പിന്നെ ആ ഒരു ഫിൽറ്ററിൻ്റെ മുകളിലും താഴെയായിട്ട് 2 ട്യൂബുണ്ട്. ട്യൂബെന്ന് പറഞ്ഞാൽ ഒരു സ്റ്റീലിൻ്റെ ഇൻലെറ്റും ഔട്ട്ലെറ്റുമാണ്. അപ്പോൾ അതിനകത്ത് ടാങ്കിൽ നിന്ന് വരുന്നൊരു ഹോസും ഒന്ന് എൻജിൻ്റെ ഭാഗത്ത് നിന്ന് വരുന്നൊരു ഹോസും ഘടിപ്പിക്കുന്നുണ്ട് മുകളിലും താഴെയായിട്ട്. സോ അവിടെ അതിൽ സൈഡിൽ എഴുതിയിട്ടുണ്ട് ഏത് സൈഡാണ് ഏത് ഹോസാണ് പിടിപ്പിക്കുന്നത് എഴുതിയിട്ടുണ്ട്. സോ അത് നോക്കി വേണം ഫിറ്റ് ചെയ്യാൻ. അങ്ങനെ ഫിൽറ്ററിൻ്റെ ഫിറ്റിങ് കഴിഞ്ഞു. അങ്ങനെ ഹോസും പിടിപ്പിച്ചു. സംഭവം ഈ ഫിൽറ്റർ മാറുന്നതിന് മുന്നേ ഉള്ള രീതിയല്ല ഫിൽറ്റർ മാറിക്കഴിഞ്ഞതിന് ശേഷം. ആദ്യമൊക്കെ ഫിൽറ്റർ മാറുന്നതിന് മുന്നേ സ്റ്റാർട്ടാവാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ മാറിയതിന് ശേഷം ചെറുതായിട്ടൊന്ന് തൊട്ടാൽ മതി, അപ്പം തന്നെ സ്റ്റാർട്ടാവും. ഒന്ന് വെയിറ്റ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ വണ്ടിക്കും ഇങ്ങനെ സ്റ്റാർട്ടാവാൻ എന്തെങ്കിലും പ്രോബ്ലമോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഈ ഒരു ഫിൽറ്റർ ഒന്ന് മാറിക്കൊടുക്കുക. ഫിൽറ്റർ കയറി അടഞ്ഞു കഴിഞ്ഞാൽ ടാങ്കിൽ നിന്നുള്ള ഫ്യൂല് ഫിൽറ്റർ ചെയ്ത് MBFയിലേക്ക് എത്താൻ കുറച്ച് ലേറ്റാവും. സോ അതുകൊണ്ട് ഒന്ന് ചെക്ക് ചെയ്യുക, മാറുക. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ വാഹനങ്ങൾക്ക് ഇതേ പ്രോബ്ലം ഉണ്ടെങ്കിൽ ഇതൊന്ന് മാറ്റി കൊടുക്കുക. ഓക്കെ, വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വരുന്നു. വീഡിയോ ഒന്ന് മാക്സിമം ഷെയർ ചെയ്യുക. ഫോളോ ചെയ്യുന്നവരാരും വീഡിയോ കാണുന്നില്ല, ഫോളോ ചെയ്തവരാണ് വീഡിയോ കാണുന്നത്. ഫോളോ ചെയ്യുന്നവർ മാക്സിമം വീഡിയോ കാണുക, ഫുള്ള് കാണാൻ ശ്രമിക്കുക. താങ്ക് യു, ബൈ.